ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 5ാമത്തെ പീരീഡാണ് പഠിക്കാൻ പോകുന്നത്. 2ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ പാഠമായ എൻ്റെ കേരളം എന്നതിൻ്റെ 5ാമത്തെ പീരീഡാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും സുരക്ഷിതരായിട്ടാണല്ലോ വീട്ടിലിരിക്കുന്നതല്ലേ? ആരും പുറത്തിറങ്ങരുത്, അനാവശ്യമായിട്ട് ആരും പുറത്തിറങ്ങരുത്. എന്തുകൊണ്ടാ മാഷ് ഇങ്ങനെ പറയുന്നതെന്ന് മക്കൾക്കറിയില്ലേ? പുറത്ത് ഭീകരനായിട്ടുള്ള കൃമിയുണ്ട്. അതെല്ലാ മനുഷ്യരെയും എല്ലാവരെയും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പുറത്തിറങ്ങാൻ പാടില്ല കേട്ടോ. ഒരു കാരണവശാലും അച്ഛനോ അമ്മയോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ നിങ്ങളും പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ചും കളിച്ചും TV കണ്ടും വായിച്ചും രസിച്ചുമൊക്കെ ഇരിക്കണം. മക്കൾ മാഷ് പറഞ്ഞ പോലെ ചെയ്യില്ലേ? നല്ല കുട്ടികളാണല്ലേ? ശരി, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് ടീച്ചേഴ്സ് ഹെൽപ്പ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുട്ടികൾക്കായുള്ള ഓൺലൈൻ ക്ലാസ് 2ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ എൻ്റെ കേരളം എന്നതിൻ്റെ 5ാമത്തെ പീരീഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള 4 പീരീഡും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ആദ്യം കാണണം. കണ്ട ശേഷം മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. ഓക്കെ, അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇനി പാഠത്തിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചത്? എൻ്റെ കേരളം എന്ന കവിത പഠിച്ചുല്ലേ? ആരാണ് ആ കവിത എഴുതിയത്? ഗോപാലകൃഷ്ണൻ കോലഴി എഴുതിയ എൻ്റെ കേരളം എന്ന പാഠം പഠിച്ചു നമ്മൾ അല്ലേ? ആ പാട്ട് 3 ഈണത്തിൽ നമ്മൾ പാടിയില്ലേ? ആ പാട്ട് ഇടയ്ക്ക് ഒന്നും കൂടി നിങ്ങൾ കേട്ടു നോക്കണോട്ടോ, എല്ലാവരും മറന്നു പോകരുത്. പിന്നെന്താ നമ്മൾ പഠിച്ച്? നാടിനെ സുന്ദരമാക്കിയത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ നാടിനെ സുന്ദരമാക്കിയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതിയില്ലേ? അതുപോലെ തന്നെ പാടുമായി ബന്ധപ്പെട്ട വാക്കുകൾ വരച്ച് ചേർക്കേണ്ട കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ചു. പിന്നെയോ എൻ്റെ നാട് എന്തൊക്കെ കൊണ്ടാണ് സുന്ദരമാക്കിയത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ചിത്രം വരച്ചില്ലേ? എന്നിട്ട് നിങ്ങളുടെ മാഷിനോ ടീച്ചർക്കൊക്കെ അയച്ചു കൊടുത്തില്ലേ? വെരി ഗുഡ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? കവിതയിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ വാചകങ്ങൾ എഴുതിയില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിനെ സുന്ദരമാക്കിയെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വാചകങ്ങൾ എഴുതിയില്ലേ? മക്കൾക്കെല്ലാം ഓർമ്മയുണ്ടോ? വേറെന്താ നമ്മൾ പഠിച്ചത് അടുത്ത ദിവസം? ഒഴിവുകാലം അല്ലേ? അവധിക്കാലത്ത് ആരൊക്കെയാണ് യാത്ര പോയത്? അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും അല്ലേ? അഭിനന്ദും നന്ദനയും അവധിക്കാലത്ത് യാത്ര പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠം മാഷ് വായിച്ചു തന്നില്ലേ? ഓർമ്മയുണ്ടോ? എവിടേക്കാണ് അവർ യാത്രയായത്? മുത്തശ്ശിയുടെ അടുത്തേക്ക്, മുത്തശ്ശിയുടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് അവർ യാത്രയായി. യാത്രയാകുന്ന സമയത്ത് നടന്ന കാര്യങ്ങളും അവർ കണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പാഠത്തിൽ കണ്ടില്ലേ? മാഷ് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഹോംവർക്ക് തന്നത്? നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞില്ലേ? പിന്നെന്തായിരുന്നു ഹോംവർക്ക്? നാട്ടിൻ പുറത്ത് അവർ കണ്ട കാഴ്ചകൾ കൂടി എഴുതാൻ പറഞ്ഞിരുന്നു. മക്കൾക്കെല്ലാം ഓർമ്മയുണ്ടോ? ശരി, ഇനി ആരൊക്കെ മാഷ് പറഞ്ഞതുപോലെ ഹോംവർക്ക് ചെയ്തു? ആരൊക്കെ ടീച്ചർക്ക് മാഷിനൊക്കെ അയച്ചു കൊടുത്തു? നല്ല കുട്ടികളല്ലേ? ശരി, എല്ലാവരും ചെയ്തു അല്ലേ? ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇന്ന് തന്നെ ആ ഹോംവർക്കുകളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് മാഷിനും അയച്ചു കൊടുക്കണം. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ, നാട്ടിൻപുറത്ത് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി നോക്കൂ, പട്ടണത്തിലും നാട്ടിൻപുറത്തും കണ്ട കാഴ്ചകൾ ഒരേപോലെയാണോ? എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഒന്ന് ഓർത്തു നോക്കിയേ. മക്കൾക്ക് മാഷ് പറഞ്ഞു തന്ന പാഠം ഓർമ്മയുണ്ടോ? വായിച്ചു തന്നത് കുറച്ച് മറന്നുപോയോ? ശരി, ഒരിക്കൽ കൂടി മാഷ് വായിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം. അത് വായിച്ചു കഴിഞ്ഞ ശേഷം മാഷ് ചോദിക്കും, പട്ടണത്തിലും നാട്ടിൻപുറത്തും കാഴ്ചകൾ ഒരേപോലെയാണോ? എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുണ്ടെന്ന് മാഷ് ചോദിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിലേക്ക് പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്?
മക്കളെ വേഗം കുളിച്ചോളൂ. ശരി, ഇനി ബാക്കി നോക്കൂ. ബാഗുമെടുത്ത് 6ാം നിലയിൽ നിന്നും പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. റോഡിലരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞപ്പോൾ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്കു കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക്കു ചുക്കു ചുക്ക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാർ നാട്ടിൻപുറത്തെത്തി. റോഡിൽ തിരക്കു കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, തെങ്ങിൻതോപ്പും വാഴത്തോട്ടവും. പിന്നീട് കാർ ചെമ്മൺ പാതിയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? ആരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അമ്മമ്മ അല്ലേ? ശരി, ഇത്രയുമാണ് അഭിനന്ദിൻ്റെയും നന്ദനയുടെയും അവധിക്കാലത്തെ വിശേഷങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടല്ലോ. ഇനി പറയൂ, പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരേപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? മക്കളൊരു കാര്യം ചെയ്യൂ, അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഈ കാര്യങ്ങളൊന്ന് പറയുക. അവരെന്ത് ചെയ്യും? ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക്, മാഷിന് അയച്ചു തരും. എന്താ നിങ്ങൾ പറയേണ്ടതെന്നറിയോ? പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാര്യങ്ങൾ, അവർ കണ്ട കാഴ്ചകൾ ഒരേപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണ് പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകളിൽ ഉള്ളതെന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് അവർ വോയിസ് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടോ നിങ്ങളുടെ ടീച്ചർക്കോ മാഷിനോ അയച്ചു കൊടുക്കും. റെഡിയല്ലേ? മിടുക്കന്മാരും മിടുക്കികളും ചെയ്യില്ലേ? അപ്പോൾ മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് വേണം പറയാൻ. ഓക്കെ, ചിലപ്പോൾ ഇനി മറന്നു പോയെങ്കിൽ വേണമെങ്കിൽ വീഡിയോ ഒന്നുകൂടി കേട്ട ശേഷം 1 or 2 തവണ കേട്ട ശേഷം പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. റെഡിയല്ലേ? ശരി, ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം ചെയ്യാം. ഈ കണ്ടെത്താം എഴുതാം. എന്താ പ്രവർത്തനത്തിൻ്റെ പേര്? കണ്ടെത്താം എഴുതാം. പാഠഭാഗത്തിൽ നിന്നും ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അവ പാഠഭാഗത്ത് നോക്കി കണ്ടെത്തി എഴുതാൻ പറ്റുമോ? മാഷ് കൂടെ സഹായിക്കും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ല അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ മാഷ് ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നോക്കി കണ്ടെത്തിയ ശേഷം അതിൽ വരുന്ന വാക്കുകൾ ഈ വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കണം. റെഡിയല്ലേ? ആദ്യത്തെ നോക്കൂ, വീതിയേറിയ റോഡ്. ഏതാണ്? വീതിയേറിയ റോഡ്. അത് നിങ്ങളുടെ പാഠത്തിലുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കണ്ടെത്തി നോക്കണം കേട്ടോ. ആ വരി എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തി നോക്കണം. ഇനി അടുത്ത് നോക്കൂ, പുഴ. പുഴ എന്നുള്ളതിൻ്റെ മുന്നിൽ ഏതോ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് ഏത് വാക്കാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ പാഠം വായിച്ചു നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. ആ ഭാഗത്തിൽ എവിടെയാണ് വീതിയേറിയ റോഡ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. കണ്ടോ മക്കളെ? ആ 3ാമത്തെ വരി നോക്കൂ. ദേ, വീതിയേറിയ റോഡ്. കണ്ടോ? ശരി, ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പുഴ. പുഴ എന്നുള്ളതിന് മുന്നുള്ള വാക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഈ പാഠത്തിൽ ഈ ഭാഗത്ത് എവിടെയാണ് പുഴ എന്നുള്ള വാക്കുള്ളത് നോക്കൂ. കണ്ടുപിടിക്കൂ വേഗം. കണ്ടെത്തിയോ മക്കള്? നോക്കിയതാ, നിറഞ്ഞൊഴുകുന്ന പുഴ. അപ്പം അവിടെ എന്താ എഴുതേണ്ട? പുഴ എന്നുള്ളതിന് മുമ്പിൽ നിറഞ്ഞൊഴുകുന്ന പുഴ. അപ്പോൾ മക്കൾ നോട്ടിലൊന്ന് എഴുതിയേ, നിറഞ്ഞൊഴുകുന്ന പുഴ എന്ന് നോട്ടിൽ എഴുതണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തോട് അല്ലേ? തോടുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വാക്കാണ് നമ്മുടെ പാഠത്തിലുള്ളത് നോക്കൂ. ഒന്ന് വേഗം കണ്ടുപിടിക്കൂ. കണ്ടെത്തിയോ? നോക്കിയേ, കളകളം ഒഴുകുന്ന തോട്. എന്താണ്? കളകളം ഒഴുകുന്ന തോട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. എന്താ എഴുതേണ്ടത്? കളകളം ഒഴുകുന്ന തോട്.
ഓക്കെ, ഇനി അടുത്ത് എന്താ നമ്മൾ കണ്ടെത്തേണ്ടത്? പാടങ്ങൾ എന്ന് വരുന്ന വാക്കാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് മക്കൾ കണ്ടെത്തണം കേട്ടോ. എന്താണ്? കൂറ്റൻ കെട്ടിടങ്ങൾ, അതുണ്ട് ഇതിൽ. ഇനി എന്താണ് അടുത്തുള്ളത്? മുറ്റം എന്നുള്ളതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് വാക്ക്, അത് കണ്ടുപിടിക്കണം. പിന്നെയോ മലനിരകൾ, അതും കണ്ടുപിടിക്കണം. ഇതൊക്കെ മക്കൾ കണ്ടെത്തണം കേട്ടോ. ഈ പാഠം നോക്കിയ ശേഷം അത് നോക്കി നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഒരു കാര്യം ചെയ്യണം, ഈ വീഡിയോ പൗസ് ചെയ്ത ശേഷം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കണം. വിട്ടുപോയ ഭാഗങ്ങളും എന്തൊക്കെയാണ് എഴുതേണ്ടത് ആ വാക്കുകളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അതിന് ശേഷം മാഷ് സ്ക്രീനിൽ പാഠഭാഗത്തിൻ്റെ പേജ് കാണിച്ചു തരാം. അത് നോക്കി കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ആ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കണം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ശേഷം ആ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൂടെ പൂരിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ പൂരിപ്പിച്ച ഭാഗം ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് മാഷിനോ അയച്ചു കൊടുക്കാനും മറക്കരുത്. നല്ല മിടുക്കന്മാരും മിടുക്കികളും മാഷ് പറഞ്ഞ പോലെ ചെയ്യണം. റെഡിയല്ലേ? ശരി, വീഡിയോ പൗസ് ചെയ്ത് എഴുതാൻ തുടങ്ങിക്കോളൂ. എഴുതി കഴിഞ്ഞ ശേഷം മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതി. അതിനുശേഷമാണ് സ്ക്രീനിൽ ആ പാഠഭാഗത്തിൻ്റെ പേജ് മാഷ് കാണിച്ചു തരിക. എല്ലാവരും വീഡിയോ പൗസ് ചെയ്ത് എഴുതാൻ തുടങ്ങിക്കോളൂ. മക്കളെല്ലാവരും എഴുതി കഴിഞ്ഞോ? ശരി, ഇനി ആ പാഠഭാഗത്തിൻ്റെ പേജ് മാഷ് കാണിച്ചു തരാം കേട്ടോ. അത് നോക്കിയിട്ട് വേണം ഈ വിട്ടുപോയ ഭാഗങ്ങളെല്ലാം മക്കൾ പൂരിപ്പിക്കാൻ. ഇതും വേണമെങ്കിൽ വീഡിയോ പൗസ് ചെയ്ത് നോക്കിക്കോളൂ, എന്നാലേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് കണ്ട ശേഷം വിട്ടുപോയ ഭാഗങ്ങളെല്ലാം അത് നോക്കി പൂരിപ്പിക്കുക. അതിനുശേഷം ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്കോ മാഷിനോ അയച്ചു കൊടുക്കാൻ കൂടെ മറക്കരുത്. ഓക്കെ, ശരി, മക്കളെ കണ്ടെത്തിയല്ലോ അല്ലേ? കണ്ടെത്തിയവ എഴുതിയ ശേഷം നിങ്ങൾ ടീച്ചർക്കോ മാഷിനോ അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഹോംവർക്ക്? പട്ടണത്തിലെ നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. അതുപോലെ ഇതിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ച് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇത്രയുമാണ് ഹോംവർക്ക്. അപ്പോൾ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ പീരീഡിലുള്ളത്. ബാക്കി ഭാഗങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഈ ചാനൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. മാഷൊരിക്കൽ കൂടി പറയാണ്, ഒരു കാരണവശാലും അനാവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കരുത്. അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ അത്യാവശ്യ കാര്യത്തിൽ അവർ പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. വീട്ടിൽ സുരക്ഷിതരായിട്ട് വൃത്തിയോടെ ആരോഗ്യത്തോടെ ഉഷാറോടെ കളികളോടും പഠനത്തോടും വായനയോടുകൂടെ എല്ലാവരും ഇരിക്കുക. ഓക്കെ, അപ്പോൾ മാഷ് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബായ്. ശുഭദിനം ആശംസിക്കുന്നു.